ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പയോളി പ്രോൺസ് ഫ്രൈ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളതിനെ മാഗ്നേറ്റ് ചെയ്താണ് വെക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് മാഗ്നേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ. ഇത് ഭയങ്കര ടേസ്റ്റായിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്, പ്രോൺസ് ഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇത് മാഗ്നേറ്റ് ചെയ്യുന്നതെന്ന് ആദ്യം കാണാം. അപ്പോൾ കുറച്ച് പ്രോൺസ് എടുക്കുക, അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മസാലയൊക്കെ അതിനകത്തോട്ട് പിടിച്ചാൽ മാത്രമേ അതിന് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിൻ്റെ ടേസ്റ്റൊക്കെ ഇതിനകത്തോട്ട് വരണം. എന്നിട്ട് നല്ലോണം മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് അതിനൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ള മസാലയിലോട്ട് തേങ്ങ മസാലയിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ മസാല കുറഞ്ഞു പോയി, കുറച്ച് മസാല ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് നമ്മളൊരു ഫ്രൈയിങ് പാൻ എടുത്ത് ചൂടാക്കി പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കണം. പ്രോൺസ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലോട്ട് ആ പാനിലോട്ട് തന്നെ ഈ തേങ്ങ ഇട്ടിട്ട് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ. എന്നിട്ട് ഈ പച്ചമുളകും കറിവേപ്പിലയും കൂടെ പ്രോൺസിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. നമുക്ക് സുഖമായിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. ഭയങ്കര ടേസ്റ്റാണ്. ആ തേങ്ങ തന്നെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് ആ ഒരു പ്രോൺസിൻ്റെ ടേസ്റ്റൊക്കെ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൈ ഫ്രം പൊന്നു.